ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ യോസഫിനെ തന്റെ യജമാനൻ കാരാഗ്രഹത്തിലാക്കിയതായിട്ട് നാം വായിക്കുന്നു. ഇന്ന് നാം വാർത്താമാധ്യമങ്ങളിലൂടെ തെറ്റ് ചെയ്യാതെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങി തന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യോസഫ് എന്ന് പറയുന്ന മനുഷ്യനും പോത്തിഫർ എന്ന് പറയുന്ന യജമാനന്റെ ഭാര്യ പറഞ്ഞ ഒരു കള്ള സാക്ഷ്യ നിമിത്തം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ടായി. നമ്മളവിടെ വായിക്കുന്നത് എന്നാൽ ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നനച്ചിരിക്കാതെ ചില സംഭവങ്ങൾ നേരിടുമ്പോൾ, ചില പ്രശ്നങ്ങളിൽ നാം അകപ്പെടുമ്പോൾ, ആരുടെ മുൻപിലും നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ഒന്ന് ഓർത്തുകൊള്ളണം, ഇതെല്ലാം കാണുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കാരണം യോസഫിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ യോസഫ് ജയിലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ശരിയായ നിലയിൽ വെളിപ്പെടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവം പോത്തിഫറിന് വിശ്വസനായിട്ട് സേവ ചെയ്തു വന്ന യോസഫിന്റെ ഭാര്യ പറഞ്ഞ വാക്ക് നിമിത്തം അവനെ ജയിലിലടച്ചപ്പോൾ ദൈവം അവനെ മിസ്രയീമിന്റെ രണ്ടാമനാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരിധിരിക്കുമ്പോൾ, നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു രക്ഷിതാവും കർത്താവുമായ ദൈവം അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുകയും നിങ്ങളുടെ നിന്ദകളെ മാറ്റി, അപമാനങ്ങളെ മാറ്റി നിങ്ങളെ ഉയർന്ന തലങ്ങളിൽ അവൻ ഇരുത്തുകയും ചെയ്യും. ഇതൊരു പ്രവചന സന്ദേശമാണ്. ആർക്കൊക്കെ ഇത് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ജയിലിൽ കിടക്കണമെന്നില്ല, ഒരു തെറ്റിദ്ധാരണയിലൂടെ, ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നുണ്ട്. ദൈവം ഒരു ദിവസം നിങ്ങളെ മാനിക്കും. നിങ്ങളെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി മിദ്യാന കച്ചവടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് രക്ഷിച്ചവനായ ദൈവം നമ്മയും മുന്നോട്ട് കൊണ്ടുപോയി നടത്തും. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം.